ഭാരതത്തിലെ വിവിധ ദിവ്യവൃക്ഷങ്ങളും അവയുടെ ആത്മീയവും ആരോഗ്യപരവുമായ ഗുണങ്ങളും അറിയാം. വ്യത്യസ്ത മതങ്ങളുടെയും സംസ്കാരങ്ങളുടെയും മണ്ണാണ് ഇന്ത്യ. ഇന്ത്യയുടെ ആത്മീയ പാരമ്പര്യം ലോക പ്രശസ്തമാണ്. അതിനാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആത്മശാന്തി തേടി ആളുകൾ ഇന്ത്യ സന്ദർശിക്കുന്നു. ശില്പകല, പുരാതന ക്ഷേത്രങ്ങൾ എന്നുവേണ്ട എവിടെയും ഇന്ത്യയുടെ മതചിന്തകളും ആത്മീയതയും സത്ത തൊട്ടറിയാനാകും. ഈ സംസ്കാരത്തിന്റെ ഭാഗമായി ഇന്ത്യയിലെ ചില മരങ്ങൾ പരിപാലനവുമായി കരുതപ്പെടുന്നു. ദിവ്യശക്തിയുണ്ടെന്ന് കരുതപ്പെടുന്ന ഇവയ്ക്ക് ദൈവങ്ങളുമായി ബന്ധമുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു. ആൽമരം, തെങ്ങ്, ബാങ്ക്, ചന്ദനമരം മുതലായവ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ പൂജിക്കപ്പെടുന്നുണ്ട്. മാത്രമല്ല ഇവയ്ക്ക് ഹിന്ദുമത വിശ്വാസത്തിൽ വലിയ പ്രാധാന്യവുമുണ്ട്. ഇവ പൊതുവെ കൽപ്പവൃക്ഷങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. മതപരമായ പ്രാധാന്യത്തിന് പുറമെ ഇവയ്ക്ക് ഔഷധ ഗുണങ്ങളും ഉണ്ട്. ഇന്ത്യയിലെ ദിവ്യശക്തിയുള്ള മരങ്ങൾ ഏതെല്ലാം എന്ന് നോക്കാം. കൂവളം. ശിവഭഗവാനുമായി ബന്ധപ്പെട്ട് ആരാധിക്കപ്പെടുന്ന വൃക്ഷമാണ് കൂവളം. ബിലുപത്ര എന്നും ഇത് അറിയപ്പെടുന്നു. കൂവളത്തിന്റെ ഇലകൾ ശിവന് സമർപ്പിക്കുന്നത് ഐശ്വര്യം കൊണ്ടുവരുമെന്നാണ് വിശ്വാസം. 3 ഇതളുകളോടുകൂടിയ ഇല സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവയെ സൂചിപ്പിക്കുന്നതായി പറയപ്പെടുന്നു. ആൽമരം. ചൊവ്വ, ശനി ദിവസങ്ങളിൽ ആൽമരത്തിന് വെള്ളമൊഴിച്ചാൽ ശനിദേവന്റെ അനുഗ്രഹം കിട്ടുമെന്ന് വിശ്വാസം. മാത്രമല്ല ആൽമരത്തിന് ചുറ്റും 7 തവണ പൂജിച്ച ചരട് കെട്ടുകയും ശനിമന്ത്രം ജപിക്കുകയും ചെയ്താൽ ശനിദോഷം മാറും. ചരട് കെട്ടുന്നതിന് ശേഷം ആൽമര ചുവട്ടിൽ വിളക്ക് കത്തിക്കുകയും വേണം. മുള. ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട മരമാണ് മുള. കൃഷ്ണന്റെ ഓടക്കുഴൽ മുളയിൽ നിന്നും ഉണ്ടാക്കിയതാണെന്ന് പറയപ്പെടുന്നു. അതിനാൽ മുള ശ്രീകൃഷ്ണനെയും അദ്ദേഹത്തിന്റെ ഓടക്കുഴലിനെയും പ്രതിനിധീകരിക്കുകയാണ് വിശ്വാസം. ചന്ദനമരം. മണം, സൗന്ദര്യവർദ്ധന ഗുണങ്ങൾ എന്നിവയ്ക്ക് പുറമെ ചന്ദനത്തിന് മറ്റു പല സവിശേഷതകളും ഉണ്ട്. പാർവതി ദേവിയുമായി ബന്ധപ്പെട്ട മരമാണ് ചന്ദനം. പാർവതി ദേവി അരച്ച ചന്ദനവും തന്റെ വിയർപ്പും ചേർത്ത് അതിൽ നിന്നും ഗണപതിയെ സൃഷ്ടിച്ചു എന്നാണ് വിശ്വാസം. അതുകൊണ്ട് ചന്ദനമരം പരിപാവനവുമായി കണക്കാക്കപ്പെടുന്നു. ദേവീദേവന്മാരെ പൂജിക്കുന്നതിനായി ചന്ദനം വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. തെങ്ങ്. തെങ്ങ് മുറിക്കുന്നത് ഇന്ത്യയിലെ അശുഭ ലക്ഷണമായാണ് കരുതപ്പെടുന്നത്. കൽപ്പവൃക്ഷം എന്നും അറിയപ്പെടുന്ന തെങ്ങിലെ ഫലങ്ങൾ തേങ്ങ എല്ലാ ശുഭകരമായ ചടങ്ങുകളിലും പൂജകളിലും ഉപയോഗിക്കുന്നു.